بسم الله الرحمن الرحيم. قال رسول الله صلى الله عليه وسلم ثلاثة لا يستخلفهم إلا منافق. رسول الله صلى الله عليه وسلم പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകളെ മുനാഫിക്കുകളല്ലാതെ നിസ്സാരപ്പെടുത്തുകയില്ല. ഈ പറയപ്പെടുന്ന മൂന്ന് കൂട്ടരെ നിസ്സാരപ്പെടുത്താൻ മുനാഫിക്കുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഒന്ന് ശൈബത്ത് ഫിൽ ഇസ്ലാം, മുസ്ലിമായ നരബാധിച്ചയാണ്. ഒരാൾ പ്രായം ചെന്ന് നരബാധിച്ചു കഴിഞ്ഞാൽ അവനെ അവഗണിക്കുന്നവൻ മുനാഫിക്കാണ്. മുനാഫിക്കുകളെ അത് ചെയ്യും. കാരണം പ്രായം ചെന്ന ഒരാൾക്ക് അള്ളാഹു ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിലായ ഒരാൾക്ക് നരബാധിക്കുക എന്നുള്ളത് അയാൾക്ക് അള്ളാഹു കൊടുത്ത ആദരവാണ്. ആ ആദരവിനെ നിസ്സാരപ്പെടുത്തുന്നവൻ മുനാഫിക്കാണ്. നരയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് നര ബാധിച്ചാൽ ആ നര നാളെ അന്ത്യനാളിൽ പ്രകാശമായിരിക്കുമെന്നാണ്. ഓരോ നരച്ച പൊടിയും നാളെ അന്ത്യനാളിൽ നമുക്ക് വെളിച്ചമേകും, സ്വർഗത്തിലേക്കുള്ള വെളിച്ചമായിരിക്കും. അതിനെ കളറ് കൊടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ, കളറ് കൊടുത്ത് മാറ്റിയാൽ പിന്നെ അത് പ്രകാശിക്കില്ല. അതുകൊണ്ട് നര ഒരു അനുഗ്രഹമാണ്. ഓരോ നരച്ച പൊടിക്കനുസരിച്ചും അള്ളാഹു പാപം പൊറുക്കും, അവൻ്റെ ദർജ അള്ളാഹു തആല ഉയർത്തും. അപ്പൊ അതുകൊണ്ട് നരബാധിച്ച ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, ഇന്നൽ ബറക്കത്തമായ കാബിരിഹിം, പ്രായം കൂടിയ ആളുകളോടൊപ്പമാണ് ബറക്കത്തുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വലിയ അനുഗ്രഹീതരായ മനുഷ്യന്മാരാണ് പ്രായം ചെന്ന ആളുകൾ. അതുകൊണ്ട് അവർക്ക് നമ്മളൊരു ആദരവും ബഹുമാനം കൊടുക്കണം. നാം അവരെ ബഹുമാനിച്ചാൽ അള്ളാഹു നമ്മളെ ബഹുമാനിക്കാൻ, പ്രായമാകുന്ന സമയത്ത് ബഹുമാനിക്കാനുള്ള ആളുകളെ അള്ളാഹു തആല ഏർപ്പാടാക്കും. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗം പ്രായം ചെന്ന ആളുകളാണ്, അവരോട് ബഹുമാനം കാണിക്കണം. രണ്ടാമത്തത് പൊതുവെ വിജ്ഞാനം അള്ളാഹു കൊടുത്ത ആളുകൾ, അറിവുള്ള ആളുകൾ, ആലിമീങ്ങൾ. ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരും മുനാഫിക്കുകളായിരിക്കും. കാരണം ആലിം എന്നുള്ളത് ഏത് വ്യക്തിയെന്ന് നോക്കിയിട്ടല്ല, ഇൽമ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്, നൂറാണ്. അത് അള്ളാഹു ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു കൊടുത്ത ആദരവിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ആലിമീങ്ങളെ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഏത് ഇൽമുള്ള ആളാണെങ്കിലും, ഏത് ആലിമാണെങ്കിലും. മൂന്നാമത്തത് സുൽത്താൻ മുഖ്സിദ്, നീതിമാനായ ഭരണാധികാരി. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നീതി പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും ത്യാഗമുള്ള കാര്യം. അതുകൊണ്ടാണ് അധികം ഭരണാധികാരികൾ നീതിമാന്മാരായിരിക്കില്ല. അധികാരത്തിലിരുന്നുകൊണ്ട് നീതി പുലർത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ വലിയ ത്യാഗം സഹിക്കുന്ന ഒരാളാണ്. ആ ത്യാഗം അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ പടച്ചോണ്ടെങ്കിൽ വലിയ കൂലിയുണ്ട്. അതുകൊണ്ടാണ് നാളെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട് മഹ്ശറയിൽ. അതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. കാരണം നീതി പുലർത്തുക എന്നുള്ളത് ത്യാഗമായിരിക്കും. അപ്പൊ ആ ത്യാഗം സഹിച്ചാൽ അർശിന്റെ തണല് പോലും അല്ലാഹു തആല കൊടുക്കും. അതുകൊണ്ട് നീതിമാനായ ഒരു ഭരണാധികാരിയെ ബഹുമാനിക്കാനും അയാളെ അംഗീകരിക്കാനും നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അയാളെ നമ്മൾ നിസ്സാരപ്പെടുത്തുന്നെങ്കിൽ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന, അത് നിഫാഖിന്റെ അടയാളമായിട്ടാണ് ഈ ഹദീസിൽ നിന്നത്. അതുകൊണ്ട് ഈ 3 കൂട്ടരോട് നമ്മൾ ആദരവ് പുലർത്തുക, അവരെ നിസ്സാരപ്പെടുത്താതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക റബ്ബിൽ ഇസ്ലാം.